ഞാനും നിങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ യൂട്യൂബും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. യൂട്യൂബ് ആയിട്ട്. ശരിക്കും യൂട്യൂബ് മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത്. അതായത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടിയുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഫേസ്ബുക്ക് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി എക്സ്ട്രാ കഷ്ടപ്പെടൊന്നും വേണ്ട. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം തന്നെ അതിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യം. കാരണം ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യം, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും കുറച്ച് ഒന്ന് ഏർണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടെടുത്തോളം പ്രശ്നം എന്താ വെച്ചാൽ, യൂട്യൂബിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്, ഫേസ്ബുക്ക് വേറെ രീതിയിലാണ്. പക്ഷേ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞാൽ, എനിക്കൊരു വീഡിയോക്ക് ഞാൻ പൗൾട്രിയായിട്ട് ബന്ധപ്പെട്ട് കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഒരു വീഡിയോക്ക് യൂട്യൂബിൽ വന്നത് 3000 വ്യൂസാണ്. അതേ വീഡിയോക്ക് ഫേസ്ബുക്കിൽ വന്നത് 6 ലക്ഷം വ്യൂസാണ്. ഈ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഇപ്പം പാട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലി വ്ളോഗ് ആവാം, ഇനി റിയാക്ഷൻ വീഡിയോസ് ആവാം. അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഭയങ്കര സാധ്യതകളാണ്. അതായത് ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ കാണും, നമുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പലരും ഇടാത്തതിൻ്റെ കാരണം ഇതെങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഇടേണ്ടത് എന്ന് അറിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി, അതായത് ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. ഞാൻ ഇതുവരെ സാഫ് സ്റ്റോക്ക് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് അത് ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാണ് നിങ്ങളും എൻ്റെ കൂടെ തന്നെ തുടങ്ങിക്കോളൂ. ഞാൻ ചെറിയ കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിലേക്ക് പോവാം. അപ്പോൾ അതിൽ പറയാനുള്ളത്, ഒന്ന്, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് പറയാം. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. നല്ലതും മോശം എല്ലാം പറയും. കൂടുതൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ കുറേ ആൾ വെറുതെ അനാവശ്യമായിട്ട് വന്ന് ചീത്തൊക്കെ വിളിക്കും. അത് ആ ഫേസ്ബുക്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേരൊക്കെ എന്ത് ചെയ്തത്, നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയത്. അപ്പോൾ ഫേസ്ബുക്കിൽ പക്ഷേ റീച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലതാണെങ്കിൽ നല്ലത് പറയും, മോശമാണെങ്കിലും ചിലപ്പോൾ നല്ലതാണെങ്കിലും മോശം പറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫേസ്ബുക്കിൻ്റെ ഏർണിങ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് മറ്റൊരു വീഡിയോ ഷെയർ ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് ഈ ഒരു പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ എന്ത് വീഡിയോ എടുത്തോ അതേ വീഡിയോ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്താൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യത. അതുകൊണ്ട് ആ മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടരുത്. അതിന് പകരം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ആ വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമല്ലോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി യൂട്യൂബിലും ഒരു കോപ്പി ഫേസ്ബുക്കിലിടാം, പ്രശ്നമൊന്നുമില്ല. ഫേസ്ബുക്കിൽ പിന്നെ ഇടുമ്പോൾ നിങ്ങൾ ഇതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുന്നതിന് പോലെ നേരിട്ട് തന്നെ ഇടാം. ഇതേ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലിടാം. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിടാം. അതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, റീച്ച് കൂടി വരും. പല രീതിയിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏർണിങ്സും ഫേസ്ബുക്കിൻ്റെ ഏർണിങ്സും മാത്രമല്ല വരുമാനം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഇടാത്തത്. ഇതൊക്കെ കഴിയട്ടെ എന്നിട്ട് അത് ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു വീഡിയോ വരാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ അത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ വരുമാനം വരുന്നത്, യൂട്യൂബിന് ഏർണിങ്സ് ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് മിസ്സാവരുത്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടരുത്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് എടുത്തു വെക്കുക, അത് തന്നെ ഇടുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേ സമയത്ത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലിടാം. അതെങ്ങനെയാണ് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൻ്റെ നമ്മളെ ഈ വീഡിയോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ ചെയ്യാം. എന്തായാലും ഫേസ്ബുക്ക് കൂടി ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഫേസ്ബുക്ക് ഇല്ലാത്തവർ ഫേസ്ബുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ആക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആക്കുക. എന്നിട്ട് അക്കൗണ്ട് ആയിക്കഴിഞ്ഞ ശേഷം ഇവിടെ ഈ ഒരു സ്ക്രീനാണ് വരിക. ഇതിൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട് മുകളിൽ, ഏറ്റവും ടോപ്പിൽ മുകളിൽ വലത് ഭാഗത്തായിട്ട്. ജസ്റ്റ് അത് ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഈ ഫ്രണ്ട്സ് എന്നൊക്കെ കാണുന്ന, ഡാഷ്ബോർഡ് എന്നൊക്കെ കാണുന്ന ആ സൈഡിൽ ഒരു ഫ്ലാഗ് കാണാം, പേജസ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്യുക.
അതിൽ ടച്ച് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ന്യൂ പ്രൊഫൈൽ ഓർ പേജ്. അപ്പം നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ പേജ് ഉണ്ടാക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പബ്ലിക് പേജാണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് പേജ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സാബ് സ്റ്റോക്കിൻ്റെ പേരിലായതുകൊണ്ട് സാബ് സ്റ്റോക്ക് എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ ശേഷം ഇവിടെ കാറ്റഗറി ചോദിക്കും. ക്രിയേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടോ നോക്കട്ടെ. ഡിജിറ്റൽ ക്രിയേറ്റർ. ഓക്കെ. യൂട്യൂബർ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടോ എന്നറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. കോണ്ടൻറ്. ഓക്കെ, ഡിജിറ്റൽ ക്രിയേറ്റർ മതി തൽക്കാലം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് കൊടുത്തു. ഇതൊക്കെ നമുക്ക് പിന്നീട് എഴുതി കൊടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ പ്രൊമോട്ട് യുവർ പ്രൊഡക്റ്റ് സർവീസ് എന്ന് ചോദിക്കാം. നമുക്ക് പ്രൊഡക്റ്റും സർവീസും എന്നല്ല, നമുക്ക് ക്രിയേറ്റ് കോണ്ടൻറ്റ് ആൻഡ് കണക്ട് വിത്ത് ഫാൻസ്, ഇതാണ് വേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കും. ഇനി ഇവിടെ ബയോ, കണക്റ്റ് വെബ്സൈറ്റ്, ഫോൺ നമ്പർ ഇതൊക്കെ കൊടുക്കാം. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിടാം. ഓൾവേസ് ഓപ്പൺ കൊടുക്കാം. നെക്സ്റ്റ്. പിന്നീട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ ഇതിലുള്ള കുറേ ആൾക്കാരാണ്. വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ അടിക്കാം. സ്വിച്ചിങ് ടു സാബ് സ്റ്റോക്ക്. ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ പേജ് ക്രിയേറ്റ് ആയിട്ട് വരും. നമ്മൾ ഒരുപാട് പണിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ സാബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐക്കൺ നമുക്ക് മാറ്റി കൊടുക്കാം. ടച്ച് ചെയ്യാം. ചൂസ് യുവർ പ്രൊഫൈൽ പിക്ചർ. ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്. അപ്പം നമ്മളത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം എന്തായാലും, പിന്നീട് മാറ്റി ഡിസൈൻ ചെയ്തിട്ടിടാം. ഡൺ കൊടുക്കാം. സേവ്. ഇപ്പം എൻ്റെ പേജ് വന്നിട്ടുണ്ട്, പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ഇനി ആഡ് കവർ ഫോട്ടോ. കവർ ഫോട്ടോ ഒക്കെ നമുക്ക് പിന്നീട് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസ് ഇട്ട് തുടങ്ങാം. മാനേജ് പോസ്റ്റ് ഇത് നമുക്ക് ഇട്ട് തുടങ്ങാം. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം എന്തൊക്കെയുള്ളൂ. അപ്പോൾ കണക്ട് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പേജ് കണക്ട് ചെയ്യാം. അതിപ്പം നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടങ്ങ് തുടങ്ങാം. നമ്മളുണ്ടാക്കിയ ഈ ഒരു പേജിലേക്ക് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരും കാണും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ജസ്റ്റ് ഇവിടെ സൈഡിലുള്ള വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് കഴിഞ്ഞിട്ട് സൈഡിലൊരു ഇമേജിൻ്റെ ഐക്കൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അത് ജസ്റ്റ് എടുക്കുന്നു. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഒരുപാട് ഓക്കെ, ഈ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തമ്പനിയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ വേറെ കാണിച്ചിടാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താ നമ്മൾ വീഡിയോ കൊടുത്തു. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്താൽ നല്ലത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതി അവിടെ കൂടെ തന്നെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൂടി കൊടുക്കാം. ചിലപ്പോൾ ആരെങ്കിലും ഇതൊക്കെ കണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് വരുമ്പോൾ കുറച്ച് സബും വ്യൂസൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിക്കാം. നോട്ട് നോ കൊടുത്താൽ മതി. വാട്സപ്പിൽ നമുക്ക് വേണ്ട. പിന്നെ ജസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യാം. നല്ല ഒരു കഥ, നല്ലൊരു സ്റ്റോറി എന്നിടാം, മതി. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊന്നും പിന്നെ വലിയ ശ്രദ്ധിക്കണ്ട. ഇപ്പം വലിയ കാര്യമായിട്ട് കൊടുക്കണമെന്നില്ല. ഷെഡ്യൂളിങ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂളിങ് ഓപ്ഷനിൽ നമുക്ക് പോസ്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ സൗകര്യം പോലെ ബാക്കിയിൽ നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷെയറിന് അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകും. അപ്പോൾ ഇതാണ് അപ്ലോഡിങ്ങിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മളിത് ഷോർട്സ് ആയിട്ടും മറ്റൊക്കെ റീൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നീട്.
ഇതിലുള്ള വീഡിയോസ് നമുക്ക് റീൽസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ക്രിയേറ്റർ റീൽസൊക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. റീൽസ് വേണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീൽസ് ചെയ്യുന്നവർ അങ്ങനെ ഇടാം. യൂട്യൂബിലെ ഷോർട്സ് വേണമെങ്കിൽ റീൽസായിട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ ഒരു എന്താ പറയുക വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടാക്കാനുള്ള സംഭവം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പിന്നീട് പഠിച്ച് വരും. നമുക്ക് തമ്പനെയിൽ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ഒരു പോസ്റ്റിൻ്റെ വീഡിയോനെ തമ്പനെയിൽ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫയർഫോക്സ് ബ്രൗസറിലാണ് ഞാൻ എടുക്കുന്നത്. ഫയർഫോക്സ് ബ്രൗസറിൽ എടുക്കുക. ഫയർഫോക്സ് ബ്രൗസറിൽ കയറിയിട്ട് ഫേസ്ബുക്ക് അടിച്ചിട്ട് എടുക്കാം. ഇനി ക്രോമിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ എല്ലാ ഓപ്ഷൻസും കിട്ടുള്ളൂ. ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ പിന്നെ നമ്മുടെ പേജ് എടുക്കുക. പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ലാസ്റ്റ് വീഡിയോ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഈ വീഡിയോൻ്റെ ഇവിടെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് എഡിറ്റ് പോസ്റ്റ് എടുക്കുക. അപ്പോൾ എഡിറ്റ് പോസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ വീഡിയോ ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ വീഡിയോ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കാണും. ചേഞ്ച് തമ്മിൽ അപ്ലോഡ് ഇമേജ്. ഇവിടെ നിന്ന് നമ്മൾ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ അപ്ലോഡ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പോസ്റ്റിന് തമ്പനയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തമ്പനയിലും കൂടി കൊടുത്താൽ എല്ലാം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കോ. ഞാനും എൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ലൈക്ക് ചെയ്യുക. അവിടെ വന്നിട്ട് അവിടെ സബ്ബല്ല ലൈക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു. എന്നാൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്ത് ഇന്ന പേരിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നോമ്പായത് കൊണ്ട് 8 മണിക്ക് ശേഷമായിരിക്കും ഇനി വീഡിയോ നോമ്പ് കഴിയുന്നവർ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ചെയ്താൽ അത് എഫക്റ്റീവ് ആവുമെന്നും ഇല്ല, ഉറപ്പില്ല. എന്തായാലും 2 സമയവും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ചാനൽ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.